ഈ തെരഞ്ഞെടുപ്പിൽ BJP വിജയിക്കുന്ന മണ്ഡലങ്ങളിൽ CPM-ഉം കോൺഗ്രസും ലീഗും ചേർന്നുകൊണ്ട് ഒരു അവിശുദ്ധ അച്ചുതണ്ട് രൂപീകരിച്ചിരിക്കുകയാണ്. BJP-യെ തോൽപ്പിക്കുക എന്നുള്ള ഒരു അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി വളരെ ബോധപൂർവം വോട്ട് ഷിഫ്റ്റിങ്ങിന് വേണ്ടി ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയാണ് കേരളത്തിൽ ഈ 3 പാർട്ടികളും ചേർന്ന് നടത്തിയിട്ടുള്ളത്. സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ സന്ദർഭത്തിലും പ്രചരണത്തിൻ്റെ സന്ദർഭത്തിലും എല്ലാം ഇത് വ്യക്തമായി നിഴലിച്ച് കാണുന്നുണ്ട്. നിങ്ങൾക്കത് പരിശോധിച്ചാൽ മനസ്സിലാക്കും. മഞ്ചേശ്വരത്തും കാസർഗോഡും LDF നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെ നിങ്ങൾ പരിശോധിച്ചാൽ മതി. മഞ്ചേശ്വരത്ത് ലീഗിനെ സഹായിക്കാൻ അവസാന നിമിഷം CPM സ്ഥാനാർത്ഥിയെ മാറ്റി. ആ മാറ്റിയത് ഏത് ധാരണയുടെയും ഏത് ഡീലിൻ്റെയും അടിസ്ഥാനത്തിലാണ് എന്ന് അവിടുത്തെ UDF സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. മഞ്ചേശ്വരത്തെ UDF സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം പരസ്യമായിട്ട് പറഞ്ഞത് CPM ഞങ്ങളെ സഹായിക്കും, SDPI ഞങ്ങളെ സഹായിക്കും, അങ്ങനെ ഒരു ധാരണ ഞങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു. കാസർഗോഡ് പരമ്പരാഗതമായിട്ട് INL-ന്റെ മുതിർന്ന നേതാക്കന്മാർ മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഇപ്രാവശ്യം തീർത്തും അപ്രസക്തനായ ആർക്കും അറിയാത്ത ഒരു പുതിയൊരു മുഖത്തെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിൻ്റെ അവസാന മുഹൂർത്തത്തിൽ LDF അവതരിപ്പിക്കുകയാണ്. കാസർഗോഡ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർത്തിയത് പകൽ പോലെ വ്യക്തമാണ്, ലീഗിനെ സഹായിക്കാനാണ്. അപ്പോൾ കാസർഗോഡും മഞ്ചേശ്വരത്തും ലീഗിനെ സഹായിക്കാൻ CPM-ഉം LDF-ഉം തീരുമാനിച്ചത് ഡീലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് CPM വ്യക്തമാക്കണം. പാലക്കാട് കാലാകാലമായിട്ട് CPM-ന്റെ പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. CPM-ന് എത്രയോ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ, കേരളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ മത്സരിക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ ഈ പ്രാവശ്യം എന്തിനാണ് CPM ഒരു സ്വതന്ത്ര പരിവേഷം കെട്ടി ഒരു വ്യവസായിയെ മത്സരിപ്പിക്കുന്നത്? അത് കോൺഗ്രസിന് വേണ്ടി സഹായിക്കാനാണെന്ന് എല്ലാവർക്കും വ്യക്തമാണ്. അപ്പോൾ പാലക്കാട് ഡീല് കോൺഗ്രസും CPM-ഉം തമ്മിലാണ്. തൃശ്ശൂരിൽ CPI എല്ലാ കാലത്തും CPI-യുടെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ മത്സരിക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ. ആ തൃശ്ശൂർ മണ്ഡലത്തിൽ ഈ പ്രാവശ്യം എന്താ ഒരു പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് CPI നിർത്താത്തത്? എന്താ LDF നിർത്താത്തത്? അത് ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്? അപ്പോൾ ഈ മണ്ഡലങ്ങളൊക്കെ BJP-യുടെ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലെല്ലാം CPM-ഉം ലീഗും പരസ്പരം, CPM-ഉം കോൺഗ്രസും പരസ്പരം സഹായിച്ച് BJP-ക്കെതിരായിട്ടുള്ള ഒരു അച്ചുതണ്ട് രൂപീകരിക്കാൻ വേണ്ടി പരിശ്രമിച്ചതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ചില സീറ്റുകളിൽ ലീഗ് കോൺഗ്രസിനോട് വിലപേശി വാങ്ങി അവിടെ CPM-നെ സഹായിക്കുകയാണ്. ഉദാഹരണമായിട്ട് കൂത്തുപറമ്പ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF-ന് മേൽക്കൈ കിട്ടിയിട്ടുള്ളൊരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ എന്താ ലീഗ് സ്ഥാനാർത്ഥിയെ മാറ്റിയത്? എന്തിനാണ് കൂത്തുപറമ്പിൽ പരിചയമൊന്നുമില്ലാത്ത വയനാട്ടിലെ ഒരു ഹിന്ദു നാമധാരിയെ എന്തിനാണ് കൂത്തുപറമ്പിൽ ലീഗ് സ്ഥാനാർത്ഥിയാക്കി അവതരിപ്പിച്ചത്? കൂത്തുപറമ്പ് സംവരണ മണ്ഡലമൊന്നുമല്ലല്ലോ. അത് ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്? എന്താണ് ഡീല്? LDF-ഉം UDF-ഉം തമ്മിൽ അവിടെ ഉണ്ടാക്കിയ ഡീൽ എന്താണെന്ന് ലീഗ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും പറയട്ടെ. കാലാകാലമായിട്ട് കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലമാണ് ചേലക്കര, സംവരണ മണ്ഡലമാണ്. ആ ചേലക്കര കോൺഗ്രസിനോട് വിലപേശി ലീഗ് വാങ്ങിച്ചു. എന്നിട്ട് അവിടെ ആർക്കും അറിയാത്ത, ചേലക്കരക്കാർക്ക് ആർക്കും അറിയാത്ത ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിക്കുന്നു ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്. എന്തിനാണ് ഇങ്ങനൊരു നാടകം? ചേലക്കരയിൽ ആരെ സഹായിക്കാനാണ്? എന്തിനാണ് ലീഗ് കോൺഗ്രസിനോട് വിലപേശി ആ സീറ്റ് മേടിച്ചൊരാളെ മത്സരിപ്പിക്കുന്നത്? അപ്പോൾ ഇതെല്ലാം വ്യക്തമാക്കുന്നത് കേരളത്തിൽ കോൺഗ്രസും CPM-ഉം ലീഗും ചേർന്നുകൊണ്ട് ഒരു BJP വിരുദ്ധ അച്ചുതണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. BJP-യുടെ വിജയസാധ്യത ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ബോധമായ പരിശ്രമമാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. കേരളത്തിലെ കോൺഗ്രസിനെ ലീഗ് വിഴുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. മുസ്ലിം ലീഗാണ് UDF-ന്റെ ഒന്നാമത്തെ കക്ഷിയായിട്ട് മാറുന്നത്. UDF-ന്റെ ഫസ്റ്റ് പാർട്ണർ കോൺഗ്രസ് ആണോ ലീഗാണോ? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് UDF-ന്റെ ഫസ്റ്റ് പാർട്ണർ കോൺഗ്രസ് അല്ല, ലീഗാണ്. മുസ്ലിം ലീഗിന് വിധേയപ്പെട്ട പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറുന്നു. മുസ്ലിം ലീഗാണ് ഇവരുമായിട്ട് എല്ലാവരും, ജമാഅത്തെ ഇസ്ലാമി, SDPI പോലെയുള്ള ആളുകൾ, CPM പോലെ ആളുകൾ എല്ലാവരുമായി ഡീൽ ഉണ്ടാക്കുന്നതും മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയത്തെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. BJP വിരുദ്ധ അച്ചുതണ്ടുണ്ടാക്കി വിജയിച്ചു കളയാമെന്നുള്ള വ്യാമോഹം ഉണ്ടാവേണ്ട. അതിനെയും മറികടന്നുകൊണ്ട് ഈ പ്രാവശ്യം കേരളത്തിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിലാണ് ദേശീയ ജനാധിപത്യ സഖ്യം നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോകുന്നത്.